ഹായ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് പറൂർ അംബേദ്കർ പാർക്കിലാണ് കേട്ടോ. ഇവിടെ എന്താ പരിപാടി എന്നല്ല, ഇവിടെ എന്താ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. നമ്മളിന്ന് 8 ഫ്രണ്ട്സോട് കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ടൈം കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ്. സൺഡേ ആയതുകൊണ്ടിട്ട് തന്നെ ഞങ്ങളുടെ കൂടെ കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും ക്രിസ്മസ് ഗിഫ്റ്റ് കൈമാറാമെന്നുള്ളൊരു ഇതോടെയാണ് ഞങ്ങൾ കുട്ടികളായിട്ട് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ഇന്നിവിടെ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു കേക്ക് വാങ്ങി കട്ട് ചെയ്യാം, അതേപോലെ ക്രിസ്മസ് ഗിഫ്റ്റ് പരസ്പരം കൈമാറാം. അപ്പോൾ കുട്ടികളുടെ ആണ് കേട്ടോ ഫസ്റ്റ്. അപ്പോൾ കുട്ടികൾ എല്ലാവരുടെയും വന്നവരുടെ എല്ലാവരുടെയും പേരെഴുതി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയതനുസരിച്ച് അവർ സമ്മാനങ്ങൾ കൈമാറുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ത്രില്ലിലായിരുന്നു. നമുക്ക് കൊടുക്കാം. നന്നുവാണ് ആദ്യം റെഡി ആയത്. നന്നു പേര് പറഞ്ഞേ. ആർക്കാ നന്നു ഗിഫ്റ്റ് കൊടുക്കല്ലേ? ഹാമിഷ്. വാ വാ ഹാമിഷ് വായോ. അതവിടെ വെച്ചിട്ട് കിട്ടിയില്ല കിട്ടിയില്ല. ഹാപ്പി ക്രിസ്മസ്. നോക്ക് നീ. കുട്ടികളാരും തന്നെ പരസ്പരം യാതൊരു പരിചയവും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ എപ്പോഴും കൂടുമെങ്കിലും കുട്ടികളെ ഒന്നും കൊണ്ടുവരാറില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവരെ കൊണ്ടുവന്നത്. അതുകൊണ്ടിട്ട് തന്നെ അവർക്ക് നല്ല പരിചയക്കുറവ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വന്നതോടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഇടയിലും വളർന്നിട്ടുണ്ട്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കേട്ടോ അവർക്കും നമുക്ക് സമ്മാനങ്ങൾ കൈമാറാമെന്നുള്ളൊരു ഐഡിയ വന്നതേ. കുട്ടികളെല്ലാവരും എന്തായാലും ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഇടയിലും വളർന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറിയതിൻ്റെ സന്തോഷം അതിന് വിശ്വാസികളൊക്കെ അറിയിച്ചിട്ട് അവരുടെ പരിപാടി ഭംഗിയായിട്ട് കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യലായിരുന്നു കേട്ടോ. സ്വന്തം പേര് തന്നെ കുറേ പേർക്ക് കിട്ടിയത് കൊണ്ടിട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. രണ്ടാമതിട്ടിപ്പോൾ എല്ലാവർക്കും വ്യത്യസ്തം തന്നെയാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റുകൾ കൈമാറാൻ വേണ്ടി തുടങ്ങി. അപ്പം ഞാൻ പറയട്ടെ, ഫ്രണ്ടിന് ജിൻസി ചേച്ചിക്കായിരുന്നു കേട്ടോ എന്നെ കിട്ടിയത്. എനിക്ക് കിട്ടിയത് ഷാലി ചേച്ചിനെ ആയിരുന്നു. അങ്ങനെ പരസ്പരം ഗിഫ്റ്റുകളൊക്കെ കൈമാറി. ഇനി ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് കാണണ്ടേ? എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. നല്ലൊരു പാത്രമായിരുന്നേ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് തന്നെയാണ് എല്ലാവരും സെലക്ട് ചെയ്ത് വാങ്ങിയിരുന്നത്. എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ. ഇതാണ് ബെക്സി, അവൾക്ക് കിട്ടിയത് മഗ്ഗാണ്. ഇത് ശരണ്യക്ക് കിട്ടിയതും എൻ്റെ പോലെ തന്നെ നല്ലൊരു ബൗളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇത് ലിഹി, അവൾക്ക് കിട്ടിയതും പാത്രം തന്നെ. ഇതാണ് ജിൻസി ചേച്ചിക്ക് കിട്ടിയത് പെർഫ്യൂമാണ്. ഇത് ശരണ്യാണ് കൊടുത്തത്. ശരണ്യയുടെയൊക്കെ തന്നെ ബ്രാൻഡായ പെർഫ്യൂമാണ് കേട്ടോ അവർ കൊടുത്തത്. പിന്നെ ഇത് വന്നിട്ട് സവിത, അവൾക്ക് കിട്ടിയത് ഒരു ബൗളാണ്. അത് കൊടുത്തത് ബെക്സിയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പരസ്പരം ഗിഫ്റ്റുകളൊക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചു. എല്ലാവരും അങ്ങനെ ഹാപ്പിയായി. അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് ഒന്നും കൂടി കാണിക്കാൻ പറഞ്ഞിട്ട് ഇതാ കാണിച്ചു കൊടുക്കണേയാണ് കേട്ടോ. നല്ലൊരു സ്റ്റീൽ പാത്രമാണ് തന്നത്, ടോപ്പൊക്കെ ആയിട്ടുള്ളത്. ഞാനും ഹാപ്പിയായിരുന്നു. അങ്ങനെ എല്ലാവരും പരസ്പരം കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ കാണിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഷാലി ചേച്ചി വീട്ടിൽ നിന്ന് തന്നെ മുന്തിരി ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികളും കൂടി ഉള്ളത് കൊണ്ടിട്ട് ജ്യൂസായിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങളൊരു പ്ലം കേക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടി കട്ട് ചെയ്ത് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിച്ചു. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.